യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. സുവിശേഷ പ്രഘോഷണം സഭയുടെ കർത്തവ്യമാണ്. അത് അവളുടെ വിളിയും ദൗത്യവുമാണ്. സഭയെ കൂടാതെ സുവിശേഷ പ്രഘോഷണം സാധ്യമല്ല. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണവും സ്ഥാപനവുമായിരുന്നു ഈശോയുടെ ദൗത്യം. ദൈവരാജ്യമെന്നാൽ ഭക്ഷണമോ പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണമെന്ന സഭയുടെ ദൗത്യം നാം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെന്ന് ഇന്നത്തെ ഷെമാ ഇസ്രായേലിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ കുര്യൻ കാരിക്കലച്ചനാണ്. ഒരു വ്യക്തിയുടെ ജീവിതസാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ശ്രീ, എൻ്റെ പേര് നൈസി. ഞാൻ നീണ്ടൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡൽഹിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഞാൻ റിസൈൻ ചെയ്ത് പോന്നായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സൗദി എമോയിച്ചിൻ്റെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായായിരുന്നു. പക്ഷേ എനിക്ക് ഒരു വർഷമായിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഗ്യാപ്പും എല്ലാം വന്ന കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് ഇവിടെ വന്ന് ധ്യാനം കൂടാനും അതുപോലെ ഇവിടെ ഓൾഡ് ഏജ് ഹോമിൽ ശുശ്രൂഷ ചെയ്യാനും പറഞ്ഞു. ഞാൻ ധ്യാനം കൂടി അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ വന്ന് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി 2 ദിവസമായപ്പോഴത്തേക്കും എൻ്റെ മെഡിക്കലിൻ്റെ ഫോം വന്നു. 1 മാസം കൊണ്ട് എൻ്റെ വിസയും ടിക്കറ്റും എല്ലാം വന്നു. ഞാൻ ചൊവ്വാഴ്ച സൗദിക്ക് പോവുകയാണ്. അതുപോലെ ഇവിടെ ഓൾഡ് ഏജ് ഹോമിൽ വന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയത് എനിക്കൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷെമാ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ആത്മീയ മന്ദത. അത് വിഗ്രഹാരാധന പോലെ മാരകമായൊരു പാപമാണ് എന്നുള്ളതാണ്. ഒരു കാലത്ത് നിറഞ്ഞു നിന്നൊരു പാപം വിഗ്രഹാരാധനയായിരുന്നെങ്കിൽ ഇന്ന് പലരും ആ വഴിക്ക് പോകുന്നില്ല. പക്ഷേ ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുവാൻ സാത്താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വഴിയാണ് ആത്മീയ മന്ദതയിൽ നമ്മളെ കെട്ടിയിടുക എന്നുള്ളത്. ഇതേക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗം നമ്മളെടുക്കുന്ന നല്ലതാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വചനഭാഗം. വെളിപാട് 3-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു വചനഭാഗമായിരിക്കാം. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം പറയുന്നൊരു കാര്യം, എനിക്ക് നിന്നെ അറിയാം. ഐ നോ യു. എനിക്ക് നിന്നെ അറിയാം. എന്നിട്ട് നിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ദൈവം പറയുകയാണ്. നീ ചൂടോ തണുപ്പോ ഇല്ലാത്ത വ്യക്തിയാണ്. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്ന് പറഞ്ഞാൽ
ദൈവവുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ആത്മീയ അന്ധത ബാധിച്ചു കഴിയുമ്പോൾ ദൈവവുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് വിഗ്രഹാരാധനയിലേക്ക് നമ്മൾ നിവദിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആത്മീയ അന്ധത എന്ന് പറയുന്നത് വിഗ്രഹാരാധന പോലെ മാരകമായൊരു പാപമാണ്. നമ്മൾ കാണുന്നുണ്ട് 1 സാമുവേൽ 15-ാം അധ്യായത്തിൻ്റെ 22 മുതൽ വായിക്കുമ്പോൾ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, വിഗ്രഹാരാധനയുടെ അതേ ശിക്ഷ നമുക്ക് കിട്ടാൻ വിഗ്രഹാരാധന തന്നെ നടത്തണമെന്നില്ല. കാരണം അവിടെ പറഞ്ഞിരിക്കുകയാണ്, മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെ. മാത്സര്യം, മർക്കടമുഷ്ടി ഇവ വിഗ്രഹാരാധന പോലെ മന്ത്രവാദം പോലെ ഗൗരവമുള്ള പാപങ്ങളാണെന്ന്. അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള ഒരു പാപമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ആത്മീയ മന്ദത. അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ അറുത്ത് കളയുന്ന ഒരു കാര്യമായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ ആമുഖമായിട്ട് ഈ വചനഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് നമ്മളെല്ലാവരെയും വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ദൈവം. അത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് തോന്നിയേക്കാൻ മാതാപിതാക്കളാണ്, മക്കളാണെന്നൊന്നുമല്ല. ഏറ്റവും നന്നായിട്ട് നമ്മളെ അറിയുന്നത് ദൈവം. അത് കഴിഞ്ഞാൽ നമ്മളെ അറിയുന്നത് സാത്താൻ. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കഴിവുകൾ, ശക്തി, സകലമാന കാര്യങ്ങളും സാത്താന് കൃത്യമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ദൈവമാണ്. അത് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് സാത്താനാണ്. രണ്ടാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്, നമുക്ക് മനുഷ്യരെ കളിപ്പിക്കാൻ സാധിച്ചേക്കും, പക്ഷെ ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യരെ പലരെയും നമുക്ക് പറ്റിക്കാൻ പറ്റും. പല മനുഷ്യരും നമ്മെ അറിഞ്ഞെന്ന് വരില്ല, പല മനുഷ്യരെയും നമുക്ക് മനസ്സിലായെന്ന് വരില്ല. നമുക്കറിയാത്ത പല കാര്യങ്ങളും മറ്റ് പല വ്യക്തികൾക്കും ഉണ്ടാകാം. നമ്മുടെ പല കാര്യങ്ങളും മറ്റു പലർക്കും അറിയില്ലായിരിക്കാം. പക്ഷേ ദൈവത്തെ നമുക്കാർക്കും കബളിപ്പിക്കാൻ പറ്റില്ല. കാരണം ദൈവം നമ്മളെ കൃത്യമായി അറിയുന്നവനാണ്. അതുകൊണ്ടാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾക്കാർക്കും ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല. മനുഷ്യരെ കബളിപ്പിക്കാൻ പറ്റിയേക്കും, ദൈവത്തെ കബളിപ്പിക്കാൻ ഒരു മനുഷ്യനും പറ്റില്ല. നീ ജഡത്തിനായി വിതയ്ക്കുമ്പോൾ നിൻ്റെ ദൈവം അത് കാണുന്നു. നീ ആത്മാവിനായി വിതയ്ക്കുമ്പോൾ നിൻ്റെ ദൈവം അത് കാണുന്നു. നീ പബ്ലിക്കായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിൻ്റെ ദൈവം കാണുന്നു. വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിൻ്റെ ദൈവം കാണുന്നു. നിൻ്റെ ചിന്തകൾ, നിൻ്റെ സംസാരം, നിൻ്റെ പ്രവൃത്തികൾ, നീ ചെയ്യാതിരുന്ന കാര്യങ്ങൾ, ഉപേക്ഷയിൽ വന്നുപോയ പാപങ്ങൾ, സകലമാന കാര്യങ്ങളും നിൻ്റെ ദൈവം അറിയുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ കബളിപ്പിക്കാൻ ഒരു മനുഷ്യനും സാധിക്കില്ല എന്നുള്ളത്. മൂന്നാമതായിട്ട് ആമുഖമായിട്ട് നമ്മൾ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം അന്യൂനമായ ജ്ഞാനം ഒരുക്കി വച്ചിരിക്കുന്നത് ആർക്കാണെന്ന് വചനം പറയുന്നുണ്ട്. സുഭാഷിതങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം എടുത്താൽ കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 2:7 അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം അന്യൂനമായ ജ്ഞാനം സത്യസന്ധർക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നു. നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുമ്പോൾ, ശുദ്ധ മനസാക്ഷിയോടുകൂടി ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുമ്പോൾ, കാപട്യമില്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ, അങ്ങനെയുള്ളവർക്ക് ദൈവിക ജ്ഞാനം ലഭിക്കും. അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തതയോടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ദൈവത്തിൻ്റെ ജ്ഞാനം അത് എത്ര വലുതാണെന്ന് അറിയണമെങ്കിൽ സങ്കീർത്തനം 139 ഒന്ന് കടന്നു പോയാൽ മതി.
അവിടെ നമ്മൾ കാണുന്നുണ്ട്, നിൻ്റെ നടപ്പ്, നിൻ്റെ എടുപ്പ്, നിൻ്റെ കിടപ്പ്, സകലമായ കാര്യങ്ങളും, നീ ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവം കണ്ടുകൊണ്ടാണിരിക്കുന്നത്, ദൈവം അറിഞ്ഞുകൊണ്ടാണിരിക്കുന്നത്. ഈ ദൈവം കാര്യങ്ങൾ അറിയുന്നത് പോലെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ഈ ദൈവിക ജ്ഞാനം നമുക്ക് വേണം. അത് നൽകപ്പെടുന്നത് ആർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്? സത്യസന്ധർക്ക്. അവർക്കായിട്ടാണ് ദൈവം അന്യൂനമായ ജ്ഞാനം കരുതി വച്ചിരിക്കുന്നത് എന്ന്. ഇക്കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇനി കടക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്: ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ അടിവേരറക്കുന്ന രണ്ട് പാപങ്ങളും. ഈ പാപം ചെയ്താൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ വേര് അറക്കപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ, ഒരു ചെടിയുടെ വേരറക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് എന്തുമാത്രം ശാഖകളുണ്ടെങ്കിലും അതെല്ലാം കരിഞ്ഞു പോകും. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ വേരറക്കുന്ന രണ്ട് പാപങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, വിഗ്രഹാരാധന. രണ്ടാമത്തേതാണ് ആത്മീയ മന്ദത. ഈ രണ്ട് കാര്യങ്ങൾ സ്ഥാപിക്കുന്ന ഏതാനും ചില വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തേത് വിഗ്രഹാരാധന. നമ്മൾ കാണുന്നുണ്ട് ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം. ലേവ്യർ 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മന്ത്രവാദികളെയോ കൂടോത്രക്കാരെയോ സമീപിച്ചാൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ, വിശ്വാസത്യാഗത്തിന് നിങ്ങൾ മനസ്സ് കാണിച്ചാൽ, ദൈവത്തിൽ നിന്ന്, സത്യദൈവത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോയാൽ, കാര്യസാധ്യതയ്ക്ക് വേണ്ടി മറ്റേത് ശക്തിയുടെ പുറകെ നിങ്ങൾ പോയെന്ന് പറഞ്ഞാലും സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്: നിങ്ങളെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയും. അടിവേരറക്കലല്ലേ? അടിവേരറുത്ത് കളയുന്ന കാര്യമല്ലേ ഇത്? പറയുണ്ട്, നമുക്ക് ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ വാഗ്ദാനങ്ങൾ തന്ന് നമ്മളെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ നോക്കിയാലും പോകാതിരിക്കാൻ നമുക്ക് പറ്റണം. അതിനുള്ള ചങ്കുറ്റം നമ്മൾ കാണിക്കണം. അതിന് പകരം സഹിച്ച്, നരകിച്ച്, നഷ്ടം സഹിച്ച് മരിക്കണോ? അതിന് തയ്യാറാകണം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. അതിന് പകരം കാര്യം നടന്നു കിട്ടാൻ വേണ്ടി വിശ്വാസത്യാഗം നീ ചെയ്യുമ്പോൾ, വിഗ്രഹാരാധനയിലേക്കോ മന്ത്രവാദത്തിലേക്കോ കൂടോത്രത്തിലേക്കോ നീ പോകുമ്പോൾ, നിൻ്റെ അടിവേര്, ദൈവവുമായിട്ട് നിന്നെ യോജിപ്പിച്ച് നിർത്തുന്ന അടിവേര് അറക്കപ്പെടുകയാണ് എന്നുള്ളത്. യെശയ്യായുടെ പുസ്തകം 47-ാം അധ്യായം എൻ്റെ 12-ാമത്തെ വചനം വായിച്ചാലും ഇക്കാര്യം വ്യക്തതയോടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. താൽക്കാലികമായ നേട്ടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നിനക്ക് സംഭവിച്ചാലും നേടിയെടുക്കാൻ പറ്റിയാലും അവസാനം നീ കത്തിച്ചാമ്പലാവും എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ് വിട്ടുപോകും. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട, ദൈവത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ആ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് നീ തള്ളപ്പെടും. ഈ പാപത്തിലേക്ക് നീ പോയാൽ ചെറുപ്പം മുതൽ നീ അനുവർത്തിച്ചു പോന്ന മാന്ത്രിക വിദ്യകൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, ഇതൊക്കെ തുടർന്ന് നിനക്ക് വേണമെങ്കിൽ പലതും നേടാൻ പറ്റിയേക്കാം, താൽക്കാലികമായ ആശ്വാസം കിട്ടിയേക്കാം. എന്നാൽ അവസാനം വൈക്കോൽ തുരുമ്പ് പോലെ നീ കത്തിച്ചാമ്പലാകും. അതാണ് യെശയ്യാ 47-ൽ നമ്മൾ കാണുന്ന ഒരു കാര്യം. 12 മുതലുള്ള ആ വചനഭാഗം വായിച്ചാൽ, പ്രിയപ്പെട്ടവരെ, 1-2 അധ്യായങ്ങൾ യെശയ്യാ പ്രവാചകനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലത്തെ പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സത്യദൈവമായി കാണുന്നതിന് പകരം, ദൈവത്തെ ഏകദൈവമായി അംഗീകരിക്കുന്നതിന് പകരം നമുക്കിഷ്ടപ്പെട്ട ദൈവങ്ങളുടെ പുറകെ പോയി വിഗ്രഹാരാധന നടത്തിയാൽ, മന്ത്രവാദം, കൂടോത്രം, അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ. 22-ാം അധ്യായം യെശയ്യാ പ്രവചനം 22-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ 17 മുതലുള്ള വചനം വായിച്ചാൽ കാണാൻ പറ്റും. കരുത്തനായ മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. കരുത്തനായ മനുഷ്യ, നിനക്ക് എന്നാ കരുത്തുണ്ടെങ്കിലും നിൻ്റെ മേൽ ഞാൻ പിടിമുറുക്കും, നിന്നെ ഞാൻ വലിച്ചു ചുരുട്ടി ഒരു പന്ത് പോലെ ദൂരേക്ക് വലിച്ചെറിയും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരാവുന്ന വൻ തകർച്ചയാണ് ഇത് സൂചിപ്പിക്കുക.
അതിൻ്റെ കാരണം വിഗ്രഹാരാധന, വിശ്വാസത്യാഗം നടത്തുന്നത്. അതിലേക്ക് പോകാതിരിക്കുകയാണെങ്കിൽ കരുത്തരായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ വസിക്കാൻ സാധിക്കും എന്നുള്ളത് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ 40:30-31 വചനങ്ങൾ വായിച്ചാലും ചെറുപ്പക്കാർക്ക് പോലും ശക്തി ക്ഷയിച്ചു പോയേക്കാം. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ അവർ നടന്നാലോ ഓടിയാലോ തളരുകയില്ല, അവർ ശക്തരായിരിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ പ്രിയപ്പെട്ടവർ, നമ്മൾ യെശയ്യായുടെ പുസ്തകം 34-ാം അധ്യായം, യെശയ്യാ 34-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ജനവാസമുണ്ടായിരുന്ന സ്ഥലം ശൂന്യമായി, എന്നിട്ട് വീടും വയലുമെല്ലാം വന്യമൃഗങ്ങളുടെ സങ്കേതമായി കുറുക്കന്മാർക്ക് ഒളിത്താവളമായി മാറുന്നൊരു രംഗം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ 6-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകണം. യെശയ്യാ ചോദിച്ചൊരു കാര്യം, കർത്താവേ, യെശയ്യാ ഏറ്റു പറഞ്ഞൊരു കാര്യം, ഇതാ ഞാൻ എന്നെ അയച്ചാലും. കർത്താവ് അവനെ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചു. അപ്പോൾ അവൻ ചോദിച്ചു, ഇത് എത്ര കാലത്തേക്ക് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകണം? അതിന് മറുപടിയായിട്ട് ദൈവം പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ദേശത്ത് ഇവിടെ ആരുമില്ലാതെ അത് വിജനമാകുന്നൊരു സമയം, വിജനമാകുന്ന സമയം, അതുവരെ നീ കർത്താവിൻ്റെ വചനം അവരോട് പറയുക, മാനസാന്തരത്തിലേക്ക് വിളിക്കുക. ഒരുപക്ഷെ അവർ മാനസാന്തരപ്പെട്ടെന്ന് വരില്ല, അവരിവിടെ നിന്നും ചിതറിക്കപ്പെടും, ഓടിക്കപ്പെടും. ഈ സ്ഥലമെല്ലാം വിജനമാകുന്നത് വരെ നീ ഈ ദൗത്യം തുടരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധന മൂലം സംഭവിക്കാവുന്ന വൻ നാശം, അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ അടിവേര് അറക്കുന്ന കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്കൊരുപാടുമില്ല. രണ്ടാമത്തെ പാവമാണ് ആത്മീയ മന്ദത. ആത്മീയ മന്ദത ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലത്ത് വളരെ കോമൺ ആയിരുന്ന ഒരു കാര്യമാണ് വിഗ്രഹാരാധന. ഇന്നത് അത്ര കോമൺ അല്ല. ഇന്നൊരു വ്യക്തിയെ മന്ത്രവാദം, കൂടോത്രം അങ്ങനെയുള്ള കാര്യത്തിന് വിളിച്ചാൽ എന്നെ അതിന് കിട്ടില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ളവരുണ്ട്. പക്ഷേ ആ വ്യക്തികളെ പോലും സാത്താൻ നയിക്കാൻ ആഗ്രഹിക്കുന്ന, കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ആത്മീയ മന്ദത. അത് ബാധിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വചനത്തിലൂടെ കേട്ട കാര്യമാണ്, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീയമായിട്ട് ജ്വലിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള ആ ഒരു ബോധ്യം കൈവെടിയാതെ ആത്മാവിൽ ജ്വലിച്ച് ജീവിക്കാൻ, ആത്മീയതയിൽ ഉയർന്നുയർന്ന് മുമ്പോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മറ്റൊരു കാര്യം കൂടി അവസാനമായിട്ട് നമ്മൾ കാണുകയാണ്, ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഏത് ഗണത്തിൽപ്പെട്ട വ്യക്തിയാണ്? ഒരു 3 ഗണത്തിൽപ്പെട്ടവരെ നമ്മൾ കാണാൻ പോവുകയാണ്. ഇതിലേത് ഗണത്തിൽപ്പെട്ട വ്യക്തിയാണ് നീ? ഒന്നാമത്തെ ഗണം, ഇന്ന് വരെ ദൈവത്തെ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ ശ്ലീഹ പറഞ്ഞെന്താ? ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുക. പത്രോസ് പറഞ്ഞൊരു കാര്യം അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും, ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ഇതുവരെ ദൈവത്തെ ഒന്ന് കാണുകയോ ദൈവത്തെ ഒന്ന് കേൾക്കുകയോ ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത വ്യക്തികളുണ്ട്. പരിതാപകരമായൊരവസ്ഥ. ആ അവസ്ഥ മാറണം. ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടണം. രണ്ടാമതൊരു ഗണമുണ്ട്, അവർ ഒരു കാലത്ത് തീഷ്ണമതികളായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ തീഷ്ണത നഷ്ടമായി. അതാണ് ആത്മീയ മന്ദത. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവരെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. ആദ്യം നിങ്ങൾക്കുണ്ടായിരുന്ന ആ സ്നേഹം, ആ തീഷ്ണത എവിടെ പോയി? അനുദപിച്ച് ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. അപ്പം അതുകൊണ്ട് ഒരു കാലത്തുണ്ടായിരുന്ന ആ തീഷ്ണത നമുക്ക് നഷ്ടമായെങ്കിൽ അതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കടമ നമുക്കുണ്ട്. വെളിപാട് 3-ാം അധ്യായം 19-ാമത്തെ വചനം, അനുദപിക്കുക, തീഷ്ണമതികളാവുക. അതാണ് സന്ദേശം.
മൂന്നാമത്തെ കാര്യം, അന്നും ഇന്നും തീഷ്ണമതികളായി ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അപ്രകാരം ജീവിച്ച വ്യക്തികളെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാലത്ത് പോലും ദൈവം കുറ്റപ്പെടുത്തിയിട്ടില്ലാത്ത, അവസാനം വരെ വിശ്വസ്തത തുടർന്ന് നിത്യതയുടെ കിരീടം ഏറ്റുവാങ്ങിയ വ്യക്തികൾ. നമ്മൾ ഓരോരുത്തരും ആ ഗണത്തിൽപ്പെട്ടവരാകണം. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി നമുക്കിനി വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാം, അഭിഷേകം ഏറ്റെടുക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ നമ്മൾ ചുറ്റും, ആ ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക. നമുക്കറിയാം, നമ്മളൊരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതെങ്കിലും കാരണത്താൽ ആത്മീയ മന്ദത നമ്മെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. ആത്മാവിൽ നമ്മൾ ജ്വലിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ലോകം മുഴുവൻ അതിലൂടെ അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ കർത്താവ് നടത്തി തരുന്ന അനുഭവം നമുക്കുണ്ടാവും. നമുക്ക് ഏതാനും നിമിഷങ്ങൾ കൈകൾ കൂപ്പി ഭക്തിയോടെ വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ദൈവാരാധന നമ്മളിൽ ആത്മീയത ജ്വലിപ്പിക്കും. ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ നമ്മളിൽ തീഷ്ണത ഉയർന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ കണ്ടു, വളരെ മാരകമായൊരു പാപമാണ് ആത്മീയ മന്ദത. വിഗ്രഹാരാധന പോലെ ഗൗരവമുള്ളൊരു പാപം, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ അടിവേറക്കുന്ന ഒരു പാപമാണ് ആത്മീയ മന്ദത. വചന വെളിച്ചത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവാത്മാവിനാൽ നമ്മൾ വീണ്ടും ഉജ്ജ്വലിപ്പിക്കപ്പെടുവാൻ. നമ്മൾ കണ്ടു, വെളിപാട് പുസ്തകം 2-ാം അധ്യായം നമ്മൾ അനുദപിച്ച് ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരണം. അതിന് ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. ഏതെല്ലാം കാരണത്താലാണ് ആത്മീയ മന്ദത ബാധിച്ചത്? ദൈവത്തോടുള്ള സ്നേഹത്തിൽ കുറവ് വന്നതായിരിക്കാം. നമ്മൾ കാണുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 24:12 വായിച്ചു കഴിഞ്ഞാൽ, പാപം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. നമ്മുടെ അലസത മൂലമാണോ ആത്മീയ മന്ദത ബാധിച്ചത്? നമ്മുടെ അശ്രദ്ധ മൂലമാണോ ആത്മീയ മന്ദത ബാധിച്ചത്? ലോകത്തോടുള്ള മൈത്രി, ജഡത്തോടുള്ള ജഡമോഹത്തോടുള്ള നമ്മുടെ ആഗ്രഹം, ഇതൊക്കെയാണോ ആത്മീയ മന്ദതയ്ക്ക് കാരണമായത്? നമുക്ക് അനുദപിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപമേറ്റു പറഞ്ഞ് അനുദപിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ കടന്നു വരും. തണുത്തുപോയവരെ വീണ്ടും കർത്താവ് ഉജ്ജ്വലിപ്പിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. അതിനായിട്ട് കരങ്ങൾ തുറന്ന് വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യവനായ ദൈവമേ, ഞങ്ങൾക്ക് ബാധിച്ച ആത്മീയ അന്ധത, ആത്മീയ മന്ദത, അതിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിൽ വീണ്ടും ജ്വലിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തോട് വിട പറയുവാനും പ്രാർത്ഥനയും പുണ്യപ്രവർത്തികളുമായി ആത്മാവിൽ ജ്വലിച്ചു നിൽക്കുവാൻ ഈശോയെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിലേക്ക് നീട്ടിയ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. മത്തായി 5-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ വിളി ഭൂമിയുടെ ഉപ്പായി തീരുവാൻ, ലോകത്തിൻ്റെ പ്രകാശമായി തീരുവാനുള്ള നമ്മുടെ വിളി. ഒപ്പം അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഉപ്പിന് ഉറ നഷ്ടപ്പെട്ടാൽ അതിന് എന്തിനു കൊള്ളും? പുറത്തേക്ക് വലിച്ചെറിയാനും ആളുകൾ അത് ചവിട്ടാനുമല്ലാതെ ഒന്നിനും ഉപകരിക്കില്ല. നമ്മുടെ അഭിഷേകം നഷ്ടപ്പെട്ടാൽ, തീക്ഷ്ണത നഷ്ടപ്പെട്ടാൽ ഇതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാം. നമുക്കതുകൊണ്ട് ഈശോയുടെ പക്കലേക്ക് തിരിയാം.
കർത്താവെ വീണ്ടും ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. 2 തീമോത്തി 1 അധ്യായം 6 മുതലുള്ള വചനങ്ങൾ, നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം, അഭിഷേകം വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. നമുക്ക് ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് നമ്മളിൽ ആത്മാവ് വീണ്ടും ജ്വലിക്കുവാൻ, നമ്മൾ തീഷ്ണതയുള്ളവരായി മാറുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ആഗ്രഹം ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ തുറന്ന് വിശുദ്ധ കുർബാനയിലേക്ക് ആ കരങ്ങൾ നീട്ടി ഹൃദയം, മനസ്സ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ശക്തമായിട്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഈ സമൂഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനും സുഖപ്പെടുത്തി അനുഗ്രഹിക്കുവാനും പൗരോഹിത്യത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരേറ്റെടുത്ത വചനത്തിൻ്റെ ശക്തിയാൽ, ഇവരിപ്പോൾ എടുത്തു കാണിക്കുന്ന ഇവരുടെ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ ഈ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇവരുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യ